ഈ നമുക്ക് കലോത്സവ വേദികളിൽ എത്തുന്ന പല ആളുകളും ഒരുപാട് വിഷമങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വരുന്നവരാണ്. അത് കാഴ്ചക്കാരാണെങ്കിലും അല്ലേ, നമ്മൾ അങ്ങനെ അത്തരത്തിലൊരു കാഴ്ച നമ്മുടെ റിപ്പോർട്ടറിൻ്റെ കണ്ണിൽ പെടുകയുണ്ടായി. എന്താണ് കാഴ്ച? ഒരു മായാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? തീർച്ചയായും നമുക്ക് ആ കഥയൊന്ന് കണ്ടു നോക്കാം. ഈ ചിരിക്കും സന്തോഷത്തിനും പിന്നിൽ ഒരു കെട്ട ഭൂതകാലത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾ കൂടിയുണ്ട്. ജീവിത ദുരിതങ്ങളിൽ കരഞ്ഞു കലങ്ങിയ ദിനങ്ങൾ നൽകിയ കരുത്തിന്റെ നല്ല പാഠവും. 2 തവണ മരണമുഖത്തു നിന്ന് തിരികെ നടന്ന മായാദേവി കലോത്സവ വേദിയിൽ ലോട്ടറി ടിക്കറ്റുമായി എത്തുന്നത് വെറുതെയല്ല. 17 വർഷമായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന മായയുടെ ഏക വരുമാന മാർഗമാണ് ലോട്ടറി വിൽപ്പന. കോമാളിയുടെ വേഷത്തിലാണ് വരവെങ്കിലും ഉദ്ദേശം ഗൗരവമുള്ളത് തന്നെ. ജീവിത പ്രതിസന്ധികളുമായി പടവെട്ടുമ്പോഴും ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് മായയെ വ്യത്യസ്തമാക്കുന്നത്. ഒരു പിടി ചോദ്യവുമായാണ് കലോത്സവ വേദികളിലേക്കുള്ള ഈ വരവ്. കലോത്സവത്തിന് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ്? ആദ്യമായിട്ട് സ്വർണ്ണക്കപ്പ് കൊടുത്ത വർഷം. സമ്മാനമൊക്കെ ഉണ്ട്, ബിരിയാണി ഉണ്ട്, നെയ്പായസം ഉണ്ട്, സന്തോഷത്തിന്റെ താക്കോൽ. ഓഫ്ലൈനും ഇതൊന്നുമില്ല. ശരി ഉത്തരം പറയുന്നവർക്ക് കയ്യിൽ കരുതിയ ബാഗിൽ സമ്മാനവുമുണ്ട്. ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി, അത് വേണ്ടാത്തവർക്ക് പാൽപായസം, അതും വേണ്ട എന്നാണെങ്കിൽ സന്തോഷത്തിന്റെ താക്കോൽ. ഇവയെല്ലാം പുസ്തകങ്ങളാണെന്ന് മാത്രം. അപ്പോൾ സന്തോഷത്തിന്റെ താക്കോലാണ്. കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിന് എല്ലാവർക്കും ഒരു സന്തോഷം നൽകുക എന്നുള്ള ആശയത്തിലാണ് ഞാൻ ജോക്കർ ഇറങ്ങിയത്. അത് നല്ല സ്വീകരണമാണ് കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഒത്തിരി പിള്ളേർക്ക് സന്തോഷമാക്കി വിടാൻ പറ്റി. ഇത്തവണ ലഹരിയാണ് ഇപ്പോൾ സമൂഹത്തെ നശിപ്പിക്കുന്നത്. അപ്പോൾ ലഹരിക്കെതിരെ എന്ത് ചെയ്യാം? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, അതായത് ഇനി വരുന്ന തലമുറയെ നല്ല രീതിയിൽ വളർന്ന് നമ്മുടെ സമൂഹത്തിന് താങ്ങും തണലുമായിട്ട് നിൽക്കണം. അതിപ്പോൾ ലഹരിയിലൊക്കെ പെട്ടുപോയാൽ അടുത്ത തലമുറ നശിഞ്ഞു പോകും. അപ്പോൾ അതിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുന്നത്, എൻ്റെ ഒരു ജീവിതമാർഗ്ഗത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം. വായനയാവട്ടെ നിങ്ങളുടെ ലഹരി എന്നാണ് പറയും. എന്തെങ്കിലും ഒരു ലഹരി വേണം. പാചകമാകാം, യാത്രകളാകാം, നൃത്തമാവാം, പാട്ടാവാം. അങ്ങനെ വായനയിലൂടെ പുതുതലമുറ ലഹരിയെ ഉപേക്ഷിക്കട്ടെ എന്നാണ് മായയുടെ പക്ഷം. ജീവിത പ്രതിസന്ധികൾ നിരവധിയാണ് മായാദേവിക്ക്. പക്ഷേ അതൊന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു വിലങ്ങുതടിയാവുന്നില്ല. കലോത്സവ വേദിയിൽ നിന്നും ബിജു മുരളീധരനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.